പ്രവാദികൾക്ക് മതമില്ല, ഞാനത് നിഷേധിക്കുകയാണ്. കഴിഞ്ഞ തവണ വരെ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടതാണ്. ഇന്ന് ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, ഇനി അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഇവർക്കൊക്കെ മതമുണ്ട്. ഒരുപക്ഷെ ഇത് ക്ലിപ്പിംഗ് ആയാൽ നാളെ വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള വാക്കാണ്. വിവാദത്തിന് വേണ്ടി പറയുകയല്ല, ഇനിയും പറയാതിരുന്ന അത് അപകടമാകുമെന്നതുകൊണ്ടാണ്. ഇവർക്കൊക്കെയും മതമുണ്ട്, ഇവർക്കൊക്കെയും സൈദ്ധാന്തികമായ ഒരടിത്തറയുണ്ട്. ആഗോള സലഫിസത്തിൽ നിന്നാണ് ഇവർ ഈ തീവ്രവാദ ആശയങ്ങൾ സ്വാംശീകരിച്ചെടുക്കുന്നത്. സുന്നി പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും പ്രതികരിച്ചാൽ അപ്പൊ ഇവര് പറയും, തീവ്രവാദവും ഫാഷിസവും തലക്ക് മുകളിലാണ്. നിങ്ങൾ ഇപ്പോഴാണോ പരസ്പരം പറയുന്നത്? അതേടോ, ഞങ്ങൾ പറയുമ്പോ മാത്രം തീവ്രവാദം. MESന്റെ പ്രസിഡന്റായ ശ്രീ ഫസൽ കപൂർ ഈ മതത്തിന്റെ ആദർശങ്ങളിൽ ഇഷ്ടമുള്ളവർ പാലിക്കുന്ന ഒരു നിയമത്തിനെതിരെ വളരെ പരസ്യമായി, വളരെ പരിഹാസ്യമായി പണ്ഡിതന്മാരെ തെറി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ വാക്ക് പറയാനുണ്ടായില്ലേ? മീഡിയകൾ മുഴുവൻ ഇസ്ലാമിനെ തെരുവിലിട്ട് ഇപ്പോൾ ബലാത്സംഗം ചെയ്യുമ്പോ ഫസൽ ഗഫൂറിന്റെ മുഖത്ത് നോക്കി ഫാഷിസം തലക്ക് മുകളിലുള്ളപ്പോ ഇങ്ങനെ പറയരുതെന്ന് പറയാൻ നട്ടലിന്റെ സ്ഥാനത്ത് ആൺകുട്ടികളായ ഒരു മനുഷ്യനും ഉണ്ടായില്ല. ഞങ്ങൾ സുന്നികളൊക്കെ കേൾക്കണമെന്നല്ലേ? ഞങ്ങളൊക്കെ സഹിക്കാനുള്ളവരല്ലേ? ഞങ്ങളെല്ലാം കേൾക്കാനുള്ളവരല്ലേ? പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത ഫാരിസ് അബൂബക്കർ, എന്റെ അടുത്തുണ്ട് അയാളുടെ ഫേസ്ബുക്കിന്റെ ID. ഞാനത് പരിശോധിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ പോസ്റ്റ് ചെയ്തത് സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ടാണ്. മഖ്ബറയെ കുറിച്ച് വ്യവസായം എന്നാണ് എഴുതിയത്. കടുത്ത സലഫിസമാണ് അയാൾ പറഞ്ഞത്. അയാളാണെന്ന് NIA കയ്യിൽ അറസ്റ്റിൽ പെട്ടിരിക്കുന്നത്. ഇതെന്തിനാ മറച്ചു വെക്കുന്നത്? ആരെ ഭയന്നിട്ടാണ് മറച്ചു വെക്കുന്നത്? ഫാഷിസം തലക്ക് മുകളിലുണ്ടെങ്കിൽ അത് അല്ലാഹു നോക്കിക്കൊള്ളട്ടെ. നമ്മൾ മാത്രം പാവങ്ങളായി മിണ്ടാണ്ടിരിക്കുക. ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാസർകോട്ടെ പടന്നയിൽ നിന്ന് സിറിയയിലേക്ക് ആടുമേക്കാൻ വേണ്ടി പോയവരാരാ? എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്? എന്താണ് അവരുടെ പശ്ചാത്തലം? സലഫിസമാണ്. ഞാൻ ആരോപിക്കുന്നില്ല കേരള നദ്വത്തുൽ മുജാഹിദീന് ഇങ്ങനൊരാശയമുണ്ടെന്ന് ബഷീർ ഫൈസി പറയുന്നില്ല. പക്ഷേ അവർ പിൻപറ്റുന്ന സൈദ്ധാന്തികമായ അടിത്തറ ആഗോള സലഫിസമാണ്. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നാടുകാണി ചുരത്തില് മഖ്ബറ പൊളിച്ചവൻ സലഫിയാണ്. 21ാം നൂറ്റാണ്ട് കണ്ട മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ അശ്ശൈഖ് റമളാനുൽ ബൂട്ടി റഹിമഹുല്ലാഹ്. ആരാ കൊന്നത്? ഐസിസാണ്. ഇമാം നവവിയുടെ മഖ്ബറ തകർത്തതാരാണ്? ഐസിസാണ്. പാലസ്തീനെതിരെ കൊടിയ പീഡനങ്ങൾ നടത്തുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ കിരാതമായ രാജ്യത്തിനെതിരെ ഒരു മണിക്കല്ല് പോലും എറിയാത്ത ഐസിസാണ്. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം വേഷധാരണ ആശയങ്ങളുടെ പേര് പറഞ്ഞിട്ട് ലോകത്ത് ഇസ്ലാമിനെ മോശക്കാരാക്കുന്നത്. ന്യൂസിലൻഡിൽ പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്ന ആ തീവ്രവാദിക്കെതിരെ ലോകവ്യാപകമായി ഇസ്ലാമിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ കണ്ടോ? ന്യൂസിലൻഡിന്റെ പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു. ന്യൂസിലൻഡിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജസീന്റ ആൻഡൻ പരിശുദ്ധ പ്രവാചകരുടെ ഹദീസ് വിളിച്ചു പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് MP-മാരെ അഭിസംബോധന ചെയ്തു. ന്യൂസിലൻഡിലെ മസ്ജിദുകൾക്ക് മുന്നില് ഓരോ വെള്ളിയാഴ്ചയും അമുസ്ലിങ്ങളായ സഹോദരന്മാർ കാവൽ നിന്നു. എല്ലാ പള്ളിയുടെ മുന്നിലും പൂക്കൾ കൊണ്ടുപോയിട്ടു. ലോകം മുഴുവൻ ജസീന്തയുടെ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിന്റെ മനോഹരമായ ആശയത്തെ സ്വീകരിച്ചപ്പോ തീവ്രവാദിക്ക് വേണ്ടി സംസാരിച്ച പാർലമെന്റ് മെമ്പറിന്റെ തലക്ക് മുകളിൽ കോഴിമുട്ട പൊട്ടിച്ചൊടച്ചത് അമുസ്ലിമാണ്. ഇസ്ലാം നവജാഗരണത്തിന്റെ കൊടി പറത്തി പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ശ്രീലങ്കയിൽ ആ നന്മയുടെ മുന്നേറ്റത്തെ മുഴുവൻ തടഞ്ഞുകൊണ്ട് ഐസിസ് തീവ്രവാദികൾ തൗഹീദ് ജമാഅത്ത് എന്ന പേരിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നുകൊല വിളിച്ചത്. എന്നെ അന്വേഷിക്കുകയാണ്. ഫാരിസ് അബൂബക്കർ സലഫിയാണ്. മറുപടി പറ. മുഖാവരണത്തിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ചാനൽ വേദികളിൽ നിന്ന് പരിഹസിച്ച ഫസൽ ഗഫൂറിന്റെ ചിന്താഗതി കോശാന പാടിയ അതേ സലഫികൾ
ഇനി ബഷീർ പറയാതിരിക്കില്ല. ഇതുവരെ നമ്മൾ പറയാറുള്ളത് ഇസ്ലാം അങ്ങനെയൊന്നും ചെയ്യൂല. യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർക്ക് മതമല്ല, അവർക്ക് മതമുണ്ട്. ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിവൈകാരികതയുടെ ഇന്ധനം പകർന്നു കൊടുത്ത് ട്രഡീഷണൽ ഇസ്ലാമിനെ ഇല്ലാതാക്കി സ്പിരിച്വൽ ഇസ്ലാമിനെ തകർക്കുന്ന നിയോ കൊളോണിയലിസ്റ്റ് ചിന്താഗതിയാണിത്. ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു സംഘടനയുണ്ട്. ഹസൻ അൽ ബന്ന ആവിഷ്കരിച്ച ഇസ്ലാമിക് ബ്രദർഹുഡ്. ആയിരക്കണക്കിന് സൂഫി ഉലമാക്കളെ കൊന്നു കൊലവിളിച്ച തമ്മാടികൾ, ത്വരീഖത്തിനെ നിഷേധിച്ചവർ. സമസ്ത ആത്മീയ പ്രസ്ഥാനമാണോ? അതൊരു സ്പിരിച്വൽ പ്രസ്ഥാനമാണ്. ആത്മീയമായ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുക. മതകീയമായ മുഖാവരണത്തിന്റെ ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇത് പൗരാവകാശമല്ലേ? എവിടെ പോയി ഫ്ലാഷ് മോബ് നടത്തിയവർ? എവിടെ മാറു തുറന്നിട്ട് സമരം നടത്തിയവർ? എവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചവർ? എവിടെ ജമാഅത്തുകാരൻ? എവിടെ നെതുവത്തുകാരൻ? എവിടെ പോയി? ഏത് മാളത്തിൽ? ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മതബോധം അവിടെ നിൽക്കട്ടെ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 25 ആർട്ടിക്കിൾ അനുവദിച്ചു തന്ന് അനുകൂലമായി സംസാരിക്കാൻ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടികളായ ആളുകളായി പോയില്ലേ ജമാഅത്തുകാരാ നീ, നെതുവത്തുകാരാ നീ? അതുകൊണ്ട് ലോക തീവ്രവാദത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറ ആഗോള സലഫിസമാണെന്ന് പറയാൻ ഇനി മടി കാണിക്കില്ലെന്ന് കരിങ്കല്ലത്താടിയിലെ ഖുർആൻ പ്രഭാഷണ വേദിയിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മളെ ബേജാറാക്കണ്ടായിരുന്നു. അത് വിജ്ഞാനത്തിലാകുമ്പോ മുജാഹദയാവും. അത് ആത്മീയ പരിശ്രമത്തിലാകുമ്പോ മുജാഹദയാകും. വിജ്ഞാന പരിശ്രമത്തിലാകുമ്പോൾ അത് ഇജ്തിഹാദാകും, സമരമാകും. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ വഴി നമ്മൾ കാണിച്ചു തരും. അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തരുമാറാകട്ടെ. അല്ലാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായാല്, അന്തിമ വിജയത്തെ കുറിച്ച് ബേജാറായാല് അതിനുവേണ്ടിയുള്ള ജിഹാദ് നടത്തണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണം. അതിനുള്ള ഒരു പ്രോസസ്സാണ് റമദാനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ് യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ